ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ അത്രയും നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:45 നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടക്കുമ്പോൾ തന്നെ അലറൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. ആകെ 2 മണിക്കൂർ നേരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് നേരത്തെ നീക്കണം, എന്നാലേ നമ്മളെ പണികളൊക്കെ തീരുള്ളൂ. പിന്നെ നമുക്ക് വേറെ ആരും അധികം സഹായത്തിനൊന്നും ഇല്ലാത്തതാവുമ്പോൾ നമ്മൾ എളുപ്പം തന്നെ നോക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇങ്ങോട്ട് താഴത്തേക്ക് വെച്ചിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് കട്ടാവാതിരിക്കാൻ. പിന്നെ അതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയാണ്. അപ്പോൾ ആദ്യം തന്നെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, റെസിപ്പീസൊന്നും. അപ്പോൾ സേമിയയും സവനരിയും കൂടി ചേർത്തിട്ടാണ്. പിന്നെ അത് മന്തിക്ക് മസാല, ഞാൻ ചിക്കൻക്ക് മസാല റെഡിയാക്കുകയാണ്. ഈ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയല്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 മാഗി ക്യൂബ്, അതുപോലെ മല്ലിയില, ക്യാപ്സിക്കം, പിന്നെ 2 മാഗി ക്യൂബ്, അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മസാല റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് തൈരും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്തിട്ടാണ് നന്നായിട്ട് മസാല റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ മന്തി സൂപ്പറായ ഞാൻ ഇത് വീഡിയോയിൽ ഇന്നത് പകർത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ നിശ്ചയമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പല വിധത്തിലും ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് പൊടികളൊക്കെ ചേർത്ത് മാഗി ക്യൂബും ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കൂലേ, അതുപോലെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ചിക്കൻ മന്തി ഉണ്ടാക്കിയത് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മാഗി ക്യൂബ്, അതുപോലെ മന്തി മസാലയും. പിന്നെ ഞാൻ കളറ് ചേർക്കണില്ല. മന്തി മസാല എന്താ പറയുക, മുളക് പൊടി ഉണ്ടല്ലോ, അത്യാവശ്യം കളറുണ്ടായിരുന്നു, അത് ചേർത്ത് ഒക്കെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരൊറ്റ വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിതാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ പത്തിരി ഉണ്ട്, ചിക്കൻ കറിയുണ്ട്, നോമ്പറക്കുമ്പോഴത്തെ പത്തിരിയും ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കടികളൊന്നും ഉണ്ടാക്കണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അരിക്കടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് തന്നെ കാക്കൊന്നും പറ്റൂല. പിന്നെ കുട്ടികളാണെങ്കിൽ 1-2 കഴിച്ചാൽ ഓർക്കും വേണ്ട. അരിക്കടിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് മാത്രമായിട്ട് കഴിക്കോളും. പെരുന്നാളാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകാനൊന്നും നിൽക്കില്ലല്ലോ, കുറച്ച് നേരത്തെ ചായ കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പഴം കട്ട് ചെയ്തെടുക്കൽ ഇങ്ങനെ ടയറ് തൊലിയോട് കൂടെ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ പഴത്തിനൊന്നും കേട് കൂടാതെ നല്ലപോലെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല പഴുപ്പ് കയറിയിട്ടില്ല, ആ വിധത്തിലുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ നീച്ചാലുള്ളൂ എല്ലാ കാര്യങ്ങളും റെഡിയാവുള്ളൂ. പിന്നെ നേരത്തെ നീച്ചിട്ട് പായസം റെഡിയാക്കിയെടുത്ത് എന്താ പറയുക, സേമിയ സാവനരി കൂടിയിട്ടുള്ള പായസമാണ്. പാലും കുറച്ച് മിൽക്ക് മേഡൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പണി തീരൂല. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ തന്നെ നമ്മളെ കൂളിയും കാര്യങ്ങളും എല്ലാ പണിയും സെറ്റ് ആവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പിന്നെ നിസ്കരിക്കാനും മോളെ ഒരുക്കാനും എല്ലാതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാ പെരുന്നാൾക്കും ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴാണ് നീക്കൽ. ഇന്ന് 3:45 സമയത്ത് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ വിടാൻ വൈകിയതിൻ്റെ കാരണം ഇതുപോലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ വീഡിയോ വിടാൻ വൈകിയതിൻ്റെ കാരണം നമ്മൾ 1-ാം പെരുന്നാൾക്ക് വൈകുന്നേരം തന്നെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ കൂടിയാൽ പിന്നെ അവിടുന്ന് ഒരു ചെറുതായിട്ടൊരു ടൂറ് പോക്കും കാര്യങ്ങളും എല്ലാവരും കൂടി സംസാരം കൂട്ടൊക്കെ ആകുമ്പോൾ പിന്നെ വീഡിയോ നമുക്ക് നോക്കി എഡിറ്റ് ചെയ്യാനോ ഒന്നിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെ വൈകിയത്, നമ്മളെ വീട്ടിലേക്ക് പോകണ കാരണം. അപ്പോൾ വീട്ടിലേക്ക് 2-ാം പെരുന്നാൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ 1-ാം പെരുന്നാൾക്ക് രാത്രി തന്നെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കൂട്ടാണ്ട് പോണതിൻ്റെ മുന്നേ. പിന്നെ അവിടെ ചെന്നാൽ പിന്നെ മടി പിടിക്കും എല്ലാവരും കൂടി കൂടുമ്പോൾ. പിന്നെ നമ്മളിത് പഴംപൊരിയൊക്കെ ഉഷാറായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ മാവൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കിയതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ചെറുതായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അധികം വീഡിയോ എടുക്കണില്ല കരുതി. അപ്പോൾ മാവിൽ കൂടുതൽ മൈദപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഏലക്കായ കുത്തിയിട്ടതും പിന്നെ ഒരു കോഴിമുട്ടൊക്കെ ചേർത്തിട്ടുണ്ടാവും പഴംപൊരി പൊരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ ഈ എള്ള് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എള്ളും ചേർക്കലുണ്ട്. അപ്പോൾ ഇടുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എള്ളും കൂടി ചേർത്തെടുക്കും. പിന്നെ ചായ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കലും
മസാല റെഡിയാക്കി വെക്കലും അങ്ങനെയുള്ള ചില്ലറ ഓരോ പണികളൊക്കെ ചെയ്തപ്പോഴത്തേന് ഏകദേശം ബാങ്ക് കൊടുത്തിട്ടോ. ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഞാൻ എളുപ്പം ഒന്നുണ്ടാക്കി നിസ്കാരം നമ്മളെ ഓത്തും നിക്കറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയായിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എളുപ്പം പഴംപൊരി ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെല്ലാവരും കുട്ടികളൊക്കെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി പെരുന്നാളാവുമ്പോൾ ഈ പെരുന്നാൾക്ക് പിന്നെ നേരത്തെ ചോറുന്നു കേട്ടോ. നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ചെറിയ പെരുന്നാളുണ്ടല്ലോ, അതിനാണെന്നുണ്ടെങ്കിൽ ഒരു 12:30 ആകുമ്പോഴേ ചോറുന്നുള്ളൂ. അതും വെറും ചോറാട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളാകുമ്പോൾ അപ്പോൾ പിന്നെ കുറച്ച് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് വെറും ചോറ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതിന് പിന്നെ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞാൽ മന്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മന്തിയും ബിരിയാണിയൊക്കെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ തിന്നുന്ന ഒരു സംഭവമാണ്. എന്നാലും പിന്നെ എന്നാൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ റെഡിയാക്കിയെടുത്ത്. അപ്പോൾ നമ്മൾ ആദ്യക്ക് ഓയിൽ ഒഴിച്ചത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരുന്നു. അപ്പോൾ ആ ചൂടുള്ള ഓയിലുണ്ടല്ലോ, പഴംപൊരി പൊരിച്ച പാടല്ല അത് വെക്കണത്. അപ്പോൾ ഇത് റെഡിയാക്കിയതിൻ്റെ ശേഷം പിന്നെ ചായ കുടിച്ചത്. പിന്നെ അതിക്ക് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടെടുത്ത് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഏലക്കായും വട്ടിയും ഗ്രാമ്പും പിന്നെ തക്കോലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയൊരു സവാളേനിട്ട് വാട്ടിയത്. അതിട്ട് വാട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒരൊറ്റ വിസിലടുപ്പിച്ച് വെച്ചാൽ 3/4 ഭാഗം വേവാക്കിയിട്ടുണ്ടായിരുന്നിട്ട് ഈ ചിക്കന്. അപ്പോൾ ഈ പൊരിച്ചെടുത്തുകൊണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് വെച്ചത്. പിന്നെ ഇതാ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് വെച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അടുപ്പിന് കത്തിച്ച് കൊടുത്തുകൊണ്ടായിട്ടാണ് പോയിരുന്നത് ചായ അടിക്കാൻ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഇതാ അരി തീമിടുകയാണ്. അരി എന്ന് പറഞ്ഞാൽ ബസുമതിൻ്റെ സെല്ലാ റൈസാണ് ഇട്ടെടുത്തിട്ടുള്ളത് മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇനി തീമിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരിയൊക്കെ തീമിട്ട് കാണ്ട് പിന്നെയുള്ള പണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വേവേറോ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അരി തീമിടുന്നതിന് മുന്നേ തന്നെ വെള്ളം അങ്ങനെ തിളക്കൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ചിങ്ങാണ്ടാണ് ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള 2 പഴംപൊരിയൊക്കെ കൂട്ടിയിട്ടുള്ള ചായ കുടിയാണ്. എന്നാലും എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ മോളും നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് കുപ്പായം നൂട്ടിട്ടുണ്ടായിരുന്നില്ല, അതായിട്ട് ഓളൊന്നും കാണിക്കാഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ ശേഷം അരിയൊക്കെ തീമിട്ട് പിന്നെ ഞാനിതാ മന്തിന്ന് കുറച്ച് അതിൻ്റെ ആ ഓയിലുണ്ടല്ലോ ആ ഒരു മസാല അത് കുറച്ചിങ്ങോട്ട് മാറ്റിയെടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മന്തിക്ക് അടിപൊളി സെറ്റാവാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് കുറച്ചിങ്ങോട്ട് എടുത്ത് വെച്ചിങ്ങാണ്ട് ഇതാ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാനുണ്ടല്ലോ നമ്മളത് വാങ്ങിയിട്ട് ഇതുപോലെ കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് വെക്കാതെ ഈ ഗ്യാസ് വെക്കുമ്പോഴാണ് കേട്ടോ ഇത് എടുക്കൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കിയപ്പോൾ ഇതാ പള്ളിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മോളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മോളെയൊക്കെ കുളിക്കണ സമയത്ത് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അതും പുതിയ തന്നെയാണ്. അപ്പോൾ അതിങ്ങനെ 3 എണ്ണമായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് എടുത്തതായിരുന്നു. ഷമ്മി പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ അത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഓളെ ഈ പാൻറ്റും ടീഷർട്ടും ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കുളിയും പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഓൾക്ക് പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ കൂടുതൽ ചളയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ മറ്റേത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ കുറച്ച് നേരത്തെ നീച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. കുട്ടികളൊന്നും ഇല്ലാതുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ, അവരൊരുക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം വൈകിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചായ ആണെങ്കിൽ കുടിച്ചിട്ടില്ല കേട്ടോ. ഓളൊപ്പം നടന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ വരണ്ടേ. കുറച്ച് നേരം ഇങ്ങനെ ഒപ്പം ഇരുന്ന് പിന്നെ ഇങ്ങനെ ആൾ നീച്ചു പോയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ നേരത്തെ ഓൾ കിടന്നുറങ്ങിയല്ലോ. അപ്പോൾ കൈമ കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നു. ഇന്നലെ പിന്നെ ഓൾക്ക് രാവിലെ നേരത്തെ നീച്ച കാരണം എളുപ്പം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുക്കി സെറ്റൊക്കെ ആക്കി ഓളെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റാഹത്താണല്ലോ അല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോൾ. അപ്പോൾ മന്തിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ട് തുറന്ന് നോക്കിയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ. പിന്നെ ഞാൻ ഈ മന്തിയിൽ 4 മുളക് കൊത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കളറോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ പുക ഇടുന്നുണ്ടെങ്കിൽ പുക ഇടാം. അപ്പോൾ മോന് പള്ളിക്കൊക്കെ പോണതിന് മുന്നേ തന്നെ അതിക്കുള്ള ചട്ടിനിയും അതുപോലെ മയോണൈസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അത് കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുള്ള മയോണൈസാണ് റെഡിയാക്കിയെടുത്തത്. കോഴിമുട്ട പുഴുങ്ങിയേക്ക് വെളുത്തുള്ളിയും അതുപോലെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കുക. പിന്നെ എന്താ പറയുക കുറച്ച് സുർക്ക ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് മയോണൈസ് അടിച്ചാൽ അടിപൊളിയാണ്. പിന്നെ അതിക്കുള്ള ചട്നി ഉണ്ടല്ലോ അത് മന്തി ഉണ്ടാകുമ്പോൾ അതാണ് കേട്ടോ ഇതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിക്ക് മല്ലിയിലയും അതുപോലെ വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ചേർത്തുകൊണ്ട്
ഒന്ന് ചട്ടിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളി മന്തിയായിരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞ് ഇതുവരെ മന്തി ഉണ്ടാക്കണേലും സൂപ്പറാണ് കേട്ടത്, കഴിക്കാൻ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടും മന്തി ഉണ്ടാക്കലുണ്ട്, കുക്കറിലും പല രൂപത്തിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഈ പെരുന്നാൾക്ക് ഇത് മതി എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി വെറുജോറൊക്കെ ആക്കിയല്ലേ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് നേരവും. പിന്നെ നോമ്പ് നോറ്റ പെരുന്നാളുണ്ടല്ലോ, ചെറിയ പെരുന്നാൾ, അതിന് നമ്മൾ വെറുജോറാട്ടെ ഏറുണ്ടാക്കൽ. അപ്പോൾ ഈ ഇത്രയും ദിവസം നമ്മൾ ഉച്ചക്ക് തിന്നാതെ വെറും വയറായിട്ട് നടക്കുമ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിരിയാണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാൽ ഒന്നും കൂടി ക്ഷീണവും കാടും ആയിട്ട് നമ്മളിങ്ങനെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെരുന്നാൾക്ക് പിന്നെ അങ്ങനെ കഴിച്ചാലും വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയ ഇഷ്ടമാണ് കേട്ടോ, മന്തി ബിരിയാണീനെക്കാട്ടി ഇഷ്ടമാണ്. പിന്നെ അത് ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് മൂത്തമോനും അപ്പോൾ ഇതിന് ചോറ് വിളമ്പി എടുത്തപ്പോൾ അവർക്കും ഇങ്ങനെ ഫോൺ വിളിയായിട്ടോ. പിന്നെ അവരിങ്ങനെ ഫ്രണ്ട്സോളൊപ്പം ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നമുക്ക് നേരം വെക്കും. അപ്പം പിന്നെ പള്ളിക്കൊന്ന് വന്ന പഠനം ചോറുന്നാന്ന് കരുതി. അപ്പം മറ്റേ പെരുന്നാൾക്ക് നമ്മൾ പിന്നെ 12:30 ആവും ചോറുന്നാൻ. ഇതിന് പിന്നെ കുറച്ച് നേരത്തെ കഴിക്കൂട്ടോ, പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നേരത്തെ ചായ കുടിച്ചതാണ്, അതും അല്ലാതെ കണ്ട് വയറ് നിറച്ചിട്ടൊന്നും ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ മോളാണെങ്കിൽ ചായ കുടിച്ചിട്ടില്ല, ഒപ്പം ഓരോന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ മുട്ടായി തരാമെന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയതാണ് കേട്ടോ. കുറച്ചെങ്കിലും കഴിക്കുന്നു, ഒരു 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ വായൊക്കെ കൊണ്ടുപോയി, വാരി കൊടുക്കാനൊന്നും അയക്കണമില്ല, അങ്ങനെ ഇരുന്നിട്ട് ഒപ്പം കഴിച്ചിട്ടാണ്. നല്ല എല്ലാവരും കൂടി കഴിക്കാനൊരു പ്രത്യേക ഒരു സുഖമാണല്ലോ. പിന്നെ അവർ രണ്ടാളും വന്നിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയായിട്ട് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്തതാണ്, ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് എല്ലായിടത്തേക്കും മുത്തച്ഛന്മാരെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു. ചോറ് തിന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മുത്തച്ഛന്മാരെ വീട്ടിലേക്കൊക്കെ പോയി എല്ലായിടത്തുനിന്നും പായസമൊക്കെ കഴിച്ച്. പിന്നെ നമ്മളെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഇറച്ചി കിട്ടിയത് അതൊക്കെ ഉണ്ടാക്കി വെക്കാനും വീട്ടിലേക്ക് പോകാനും അങ്ങനത്തൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കാലത്തെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പെരുന്നാളൊക്കെ ഉഷാറായി, അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ചില്ലറ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്യാനും വിടാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായല്ലോ അല്ലേ. അപ്പോൾ വിചാരിക്കും ഇപ്പോഴാണോ പെരുന്നാളിൻ്റെ വീഡിയോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ വീഡിയോ ഇടാത്തത്. നമുക്ക് മറ്റുള്ള വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ്. വീഡിയോ നമ്മളെ ഫോണിലുണ്ടാകുമ്പോൾ പിന്നെ സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.